ത്രില്ലർ പോരാട്ടമാണ്. 28 സീറ്റിലാണ് UDF ലീഡ് ചെയ്യുന്നത്, LDF 27 സീറ്റിലാണ്. അതായത് ആദ്യമായി UDF കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. 28 UDF-ഉം 27 LDF-ഉം എന്ന നിലയിൽ 14 NDA. രാകേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാകേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. കാരണം 1975 മുതൽ ഇങ്ങോട്ട് 50 കൊല്ലക്കാലം നീണ്ടുനിന്ന അവരുടെ ഭരണത്തിന് ഇളക്കം തട്ടുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 14 സീറ്റിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് മാത്രമുണ്ടായിരുന്ന NDA 14 സീറ്റിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഇതാദ്യമായി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു UDF. ഇത്തരത്തിൽ അവരുടെ കോട്ട കൊത്തളം തകർന്നടിയുന്ന കാഴ്ചയാണ്. അവരുടെ സ്ഥിരം വാർഡുകളെല്ലാം തന്നെ തോറ്റ് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച. മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദ് തോൽക്കുന്നു. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയും തോറ്റിട്ടുണ്ട്. മുൻ മേയറായിരുന്ന ബീന ഫിലിപ്പ് മത്സരിച്ച വാർഡിൽ നിന്നും BJP-യുടെ ജില്ലാ ഉപാധ്യക്ഷൻ T റെനീഷ് ജയിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ CPM-ന്റെ കുത്തക വാർഡ് പിടിച്ചെടുത്തിരുന്നു, പുതിയറ. ആ വാർഡിൽ വീണ്ടും BJP ജയിക്കുന്നു എന്ന് മാത്രമല്ല, LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇങ്ങനെ മാറാട് പോലുള്ള കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള BJP-യുടെ പോക്കറ്റുകളിലെല്ലാം രാകേഷ്, കോഴിക്കോട് ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് LDF-ഉം UDF-ഉം 28. ഇതൊരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. 39 എന്ന് പറയുന്ന ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എന്തായാലും ആർക്കും കിട്ടാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. BJP-യുടെ 14 സീറ്റ് എന്ന് പറയുന്നത് LDF-ന് ഭരിക്കാം എന്നുള്ള കണക്കുകൂട്ടലിനെ തോൽപ്പിക്കുമോ, അതല്ല UDF അവസാന ലാപ്പിൽ ഓടിക്കയറുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയങ്ങൾക്കകം തന്നെ മറ്റ് സീറ്റുകളുടെ ഒരു ചിത്രം കൂടെ വ്യക്തമാകും. 3 മറ്റുള്ളവർ കൂടെയുണ്ട്. ഈ ഒരു ചിത്രം കൂടി വ്യക്തമായാൽ മാത്രമേ ഉള്ളൂ. ഈ ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് പറയാനുള്ളത്. മായ.